19/6/2024 to the Major Archbishop and Synod of Bishops, Major Archiepiscopal Curia, കാക്കനാട്, കൊച്ചി. വിഷയം: ഏകീകൃത കുർബാന സഭയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച്. സൂചന: 31/12/2022 മാനന്തവാടി രൂപതയിലെ വൈദികർ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ നിവേദനം. അഭിമന്യ പിതാക്കന്മാരെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർണായക തീരുമാനങ്ങളെടുക്കുവാൻ സിനഡിന്റെ രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണല്ലോ. 2024 ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന നടപ്പാക്കാത്തവർ അതിനാൽ തന്നെ സഭയുടെ പുറത്താണ് എന്ന് സൂചിപ്പിച്ച് മേജർ ആർച്ച് ബിഷപ്പും അതിരൂപത അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി ഒപ്പിട്ട സർക്കുലർ ഇറക്കിയതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയാനിടയായി. ഇത് തികച്ചും അപക്വവും അനുചിതവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുന്നതും സഭയിലും സമൂഹത്തിലും സമാധാന അന്തരീക്ഷം തകർക്കുന്നതും ആയിരിക്കും. സീറോ മലബാർ സഭയിലെ വൈദികർ എന്ന നിലയിൽ ഞങ്ങൾക്ക് പിതാക്കന്മാരുടെ ഈ തീരുമാനം ഹൃദയഭേദകമാണ്. ഏറെ മനോവേദന ഉളവാക്കുന്ന ഈ സാഹചര്യത്തിൽ നല്ലവനായ ദൈവത്തോട് ദൈവജനത്തോടൊപ്പം നിരന്തരമായി പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങൾ. ഈ സഭയെയും നിങ്ങളെയും അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരെന്ന നിലയിൽ നിങ്ങൾ എല്ലാവരോടും ഓരോരുത്തരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മ പ്രേരിതരായി അനുരഞ്ജനത്തിന്റെയും ഡയലോഗിന്റെയും വിട്ടുവീഴ്ചയുടെയും തുറവിയുടെയും ക്ഷമയുടെയും വഴികൾ പ്രശ്നപരിഹാരത്തിനായി തേടണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആവശ്യമെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് തൽസ്ഥിതി തുടരുവാനുള്ള ഇളവ് അനുവദിക്കുകയും തുടർന്ന് പ്രശ്നപരിഹാരത്തിനുള്ള ഡയലോഗും മറ്റു പരിശ്രമങ്ങളും എല്ലാ തലങ്ങളിലുമുള്ളവരുമായി നടത്തുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. സാധിക്കുമെങ്കിൽ പേപ്പൽ പ്രതിനിധി മാർ സിറിൽ വാസൽ പിതാവും മാർ ബോസ്കോ പുത്തൂർ പിതാവും മറ്റു പിതാക്കന്മാരും ചേർന്ന് അതിരൂപതയിലെ വൈദികരും ജനങ്ങളും അടങ്ങിയ സമിതിയുമായി ഉണ്ടാക്കിയ പരസ്പര ധാരണപത്രത്തിലെ വ്യവസ്ഥകൾ അംഗീകരിച്ച് ഒരു തുടക്കമിടുന്നതും ഏറെ അനിവാര്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആവശ്യങ്ങൾ തീർത്തും തള്ളിക്കളയുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്ന നടപടിയും അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അചിന്തനീയവും അപകടകരവും ആത്മഹത്യാപരവുമായതിനാൽ അവർക്കെതിരെ എടുക്കണമെന്ന് പറയപ്പെടുന്ന കടുത്ത ശിക്ഷാ നടപടി ഞങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. ആയതിനാൽ സർക്കുലർ വഴി അറിയിച്ച തീരുമാനം പുനർപരിശോധിച്ച് നൽകിയ അന്ത്യശാസനം പിൻവലിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സീറോ മലബാർ സഭയുടെ നഷ്ടപ്പെട്ട ശ്രേഷ്ഠതയും പാരമ്പര്യവും പ്രതാപവും വീണ്ടെടുക്കുവാൻ സിനഡ് പിതാക്കന്മാരോട് വിനയപൂർവ്വം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. 2 സഹസ്രാബ്ദങ്ങളായി കേരള ജനതയുടെ ലോക ജനതയുടെയും മനസ്സിൽ ശ്രേഷ്ഠമായ സഭയായും സമൂഹത്തിന് സമാനതകളില്ലാത്ത സേവനം കാഴ്ചവെച്ച സമുദായമായും വേരുറപ്പിക്കപ്പെട്ട നമ്മൾ വളർച്ചയുടെ പാതയിൽ പാത്രിയാർക്കൽ സഭാ പദവിയുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിന്റെ സഭയുടെ ആത്മീയതയും സാമൂഹിക പ്രതിബദ്ധതയും യശസ്സും ഔന്നത്യവും പൊതുസമൂഹത്തിനുള്ള ആദരവും നശിപ്പിക്കുന്ന ഒരു തീരുമാനവും പിതാക്കന്മാർ ഈ സിനഡിൽ എടുക്കരുതെന്ന് ഏറെ താഴ്മയോടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും പ്രാർത്ഥനയും വിശുദ്ധിയും വിനയവും വിവേകവും നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇത്തരുണത്തിൽ ഇതിനെ സംബന്ധിച്ച് മുൻ മേജർ ആർച്ച് ബിഷപ്പിന് ഞങ്ങൾ നൽകിയ നിവേദനം എല്ലാ സിനഡ് പിതാക്കന്മാരുടെയും പരിഗണനയ്ക്കായി ഞങ്ങൾ വീണ്ടും സമർപ്പിക്കുകയാണ്. സിനഡിന്റെ വിജയത്തിനായി പ്രാർത്ഥന നേർന്നുകൊണ്ട് നിങ്ങളുടെ അനുഗ്രഹാശസ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ടും യേശുവിൽ മാനന്തവാടി രൂപതയിലെ വൈദികർ.